മഴയോട് മഴയല്ലേ? മഴയോട് മഴയാണ്. രസമല്ലേ? ഈ ചോക്കോസ് ഒന്ന് ശരിക്ക് ഇതാക്കി വെച്ച് അടച്ചു വെച്ച് ക്ലിക്ക് ചെയ്ത് അത് പോവും. മഴയത്ത് നല്ല നെയ് റോസ്റ്റ് അല്ലേ? മഴയത്ത് നല്ല നെയ് റോസ്റ്റും സാമ്പാറും ബുൾസൈയും ഞങ്ങൾക്ക് മംഗലാപുരത്ത് മഴയില്ലെന്ന് പറഞ്ഞ് ഞങ്ങളുടെ പരാതി തീർന്നു. ഭയങ്കര മഴയാ, സൂപ്പറാ, നല്ല തണുപ്പാ. ആരൻ കോളേജിൽ പോയിട്ട് വന്നു. ഇന്നലെ ചമ്മന്തിയും വെള്ളച്ചമ്മന്തിയും ദോശയല്ലായിരുന്നോ? ഇന്ന് സാമ്പാർ രാവിലെ വെച്ചു. സാമ്പാറും കൊഴുവ വറുത്തതും പപ്പടവും പിന്നെ എന്നായിരുന്നു? ഇന്നലത്തെ മീൻകറിയുടെ 2 കഷ്ണം ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ കൂട്ടിയായിരുന്നേ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് ദോശയും സാമ്പാറും. എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് മീൻ കിട്ടിയായിരുന്നു. അപ്പോൾ അതെല്ലാം വേസ്റ്റ് എടുത്ത് കൊണ്ടിട്ടില്ല. മീൻ്റെ തലയോടെ ഇരിക്കുക. മീനെല്ലാം വെട്ടിക്കഴിഞ്ഞപ്പം ഉച്ചയായപ്പോൾ കുളിച്ചു. അല്ലേ വൈകുന്നേരമാണ് കുളി. രാവിലെ മീൻ വെട്ടോ അല്ലെ കറിവെപ്പോ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുളിച്ചിട്ട് പിന്നെയും നമുക്ക് കുളിച്ചില്ലെങ്കിൽ പാടല്ലേ. അങ്ങനെ എന്തായാലും എല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് മെടുക്കത്തിയായി. അവിടെ ഞാനേ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് അവിടെ കിടക്കുമായിരുന്നു ചുമ്മാ. ആരൻ വന്നേ. ഇനിയിപ്പോൾ നമുക്ക് ദോശയൊക്കെ കഴിച്ച് ബാക്കി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് പിന്നെ ദോശയൊക്കെ കഴിച്ചിട്ട് പ്രാർത്ഥിക്കണം. ഇത് ഇന്നലെ ഉണ്ടാക്കിയത് ദോശയുടെ മാവ് ആയിരുന്നു. ഇന്നുണ്ടാക്കുന്നത് ഇഡലിയുടെ മാവ്. അതുകൊണ്ട് എന്തുമാത്രം ഇതാവുമെന്ന് എനിക്കറിയത്തില്ല. സക്സസ് ആവുന്നു. ഇന്നലത്തെ പോലെ നല്ല പിന്നെ എന്തുവാ സോഫ്റ്റ് ആണോ എന്നൊരു സംശയം. സോഫ്റ്റ് തന്നെയാ. ഇനി നെയ്യ് തലോടിയാ മതി. നെയ്യ് തലോടിയുണ്ടോ? ചൂട് ദോശ കടിച്ചു തരണം. ഞാൻ തന്നെ തിന്നോളാം, പേടിക്കണ്ട. എനിക്ക് ചൂട് ദോശ നെയ്യൊക്കെ തൂത്തിട്ട് തേനയും മുക്കി തിന്നാൻ ഭയങ്കര ഇഷ്ടം. ഇച്ചിരി ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുന്നു. കൂടിപ്പോവോ എന്തോ. ഇഡലിയുടെ മാവായോണ്ടേ ഇച്ചിരി ഡാർക്ക് സീന്. ഇഡലിയുടെ മാവായോണ്ട് ഇച്ചിരി ഫ്ലഫി, ഇങ്ങനെ ഇച്ചിരി കുറുകി. ഉപ്പിട്ടല്ലേ ഇളക്കട്ടെ. ഉപ്പിടാതെ ഒരു ബോട്ടിലും ഉപ്പിട്ട ഒരു ബോട്ടിലും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഉപ്പിടാത്ത ബോട്ടിലാന്ന് തോന്നിയത്. ഉപ്പിട്ടത് ഞാൻ ഇഡലി പൊഴിഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കഴിച്ചായിരുന്നു. അപ്പോൾ എത്രണ്ണം വേണം? 2 മുട്ട വേണം. ഉത്സയല്ലേ? അല്ല, ചിക്കി. ആരണ്ണ് ചിക്കിയാ ഇഷ്ടം. ചിക്കി
അപ്പോൾ പാലെടുക്കട്ടെ. പാൽ കപ്പ്. ഇത് ഞങ്ങളുടെ നെയ്യുള്ള പാല. ഇത് കണ്ടോ, കാണാവോ? ആ കണ്ടോ, ഇത് എടുത്തെടുത്തെടുത്ത് വെച്ചാൽ നമുക്ക് നെയ്യ് ഉണ്ടാക്കാം. ഇത് ഞാനിപ്പം മുഖത്തോട്ടങ്ങ് തേക്കും. കുളിച്ചതാ, ആരണാണെങ്കിൽ എന്നെ ഊട്ടിക്ക്. ഇത് കണ്ട, കുളിച്ചതാന്നേലും കുഴപ്പമില്ല, പെരടിയെ തേക്കുന്നില്ല, മുഖത്ത് മാത്രം തേച്ചിട്ട് കഴുകിക്കളയും. ഇത് ഞാൻ കടിച്ചു. ഇത് വർത്താനം പറഞ്ഞ് ഇച്ചിരി ഇങ്ങനെയായി. ഇനി അവന് നല്ലതായിട്ടുണ്ടാക്കട്ടെ. നാളെ രാവിലത്തേക്കും കൂടെ ഉള്ള മാവുണ്ട്. ഈ ഒരു പരിപാടി, ഈ പൂശ് പെയിന്റ് അടി. എൻ്റെ ദോശയിൽ പൂശട്ടെ. പൂശി അടുത്ത ദോശ. ഞങ്ങളുടെ ഡിന്നറാട്ടോ. ഇനിയിപ്പം വൈകിട്ട് കഴിപ്പില്ല. സാമ്പാറും ദോശയും പാലും. വൈകിട്ട് മാങ്ങാപ്പഴം 2 കൊണ്ട് കുഞ്ഞത്, അതിലൊരെണ്ണം കഴിക്കും. ഏത്തപ്പഴം 2 കുഞ്ഞിതിരിപ്പുണ്ട്, വിശന്നാൽ അതും ഒരെണ്ണം കഴിക്കും. കാരണം പാതിരാവും കിടക്കും. ഇന്നലെ അച്ചാറിട്ടു, നെല്ലിക്കായും നാരങ്ങായും. 12:30 കിടന്നപ്പോൾ. എന്നിട്ട് ഉറക്കമൊന്നും വന്നില്ല. 5 മണി വരെ തിരിഞ്ഞും മറിഞ്ഞും. ഇപ്പം ഈയിടെ ആയിട്ടുള്ളൊരു സൂക്കേടാ. അപ്പനെ ഓർത്ത് കരഞ്ഞ് പോയി കിടന്നേ. പിന്നെ ഉറക്കമൊന്നും വന്നില്ല. എപ്പോഴും ഓർമ്മയും കരച്ചിലും. നിൽക്കുന്ന നിപ്പി അങ്ങ് കരയും. അതുപോലെ നല്ല അപ്പനായിരുന്നു. പ്രത്യേകിച്ച് പെൺപിള്ളേർക്ക് അപ്പനോടല്ലേ. ഞാൻ മൂത്തതും അല്ലേ, സഹിക്കാൻ പറ്റുന്നില്ല. ഇതിലോട്ട് തന്നെ അങ്ങ് മുട്ടയിട്ടേക്കാം. ഇനി അടുത്ത മുട്ട കഴുകിയില്ലേ. ഹോൾസെയിലിൽ നിന്ന് മുട്ട വാങ്ങിച്ച് 7 രൂപ സംതിങ്. മറന്നുപോയി. കുരുമുളക് പൊടി ഇടുക. ഇനി ചിക്കട്ടെ. അതവിടെ ഡ്രൈ ആകുമ്പോൾ നമ്മളിവിടെ പൂശട്ടെ. ആരണ്ട ദോശയെ നല്ലതായിട്ട് പൂശണം. നെയ്യ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് നെയ്യ് പൂശണം. നെയ്യ് ഞങ്ങളുടെ ഇവിടുത്തെ നെയ്യ് ഭയങ്കര സൂപ്പറാണ്. നല്ല ടേസ്റ്റും നല്ല മണവും. ഞാൻ ഇത് വെച്ച് ബിരിയാണി ഈ കഴിഞ്ഞ ദിവസം ഓർഡർ ഉണ്ടായിരുന്നപ്പം ചെയ്തത് സൂപ്പറാണ്.
നേരത്തെ കണ്ട മോശമല്ലേ. അമ്മച്ചിയും മോളും നടക്കാൻ പോകും. നല്ല സൂപ്പർ വെള്ളം പോലത്തെ സാമ്പാർ, മസൂർ ദാലൊക്കെ ഇട്ട് എല്ലാ പച്ചക്കറിയൊക്കെ ഇട്ട് ആരെണ്ണം കൊടുക്കട്ടെ. അപ്പോൾ ഞങ്ങളുടെ ഡിന്നർ ഡിന്നർ ഡിന്നർ. അപ്പോൾ ശരി, വൈൻഡപ്പ് ആക്കുക. പിന്നെ കാണാം കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചക്രിയമ്മ.